ഹായ് ഫ്രണ്ട്സ്, മാത്യൂസ് 360 ഡിഗ്രി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് കറിയാണ്. അത് പല രീതിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് പല രീതിയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് സോസേജ് മസാലയെല്ലാം നമ്മൾ കറി വെക്കുന്ന മസാലയെല്ലാം കൂടെ തേച്ച് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുക. അതിനകത്ത് എക്സ്ട്രാ മസാലയൊന്നും ചേർക്കാതെ ഒരു വെറൈറ്റി രീതിയിൽ, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് രുചികരമായ രീതിയിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇത് ചെറിയ പീസുകളായിട്ട് സോസേജ് ഇതിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ എരിവനുസരിച്ച് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർക്കുക. നമുക്ക് മിക്സ് ചെയ്യണം. ഓൾറെഡി ഇതിനകത്ത് ഈ സോസേജിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഉപ്പ് ചേർക്കാത്തത്. ഇനി നമ്മൾക്ക് കറി വെക്കാൻ നേരത്തെ ഉപ്പിന്റെ എന്തെങ്കിലും ചെറിയ ഇത് കുറവ് തോന്നിയാൽ മാത്രം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട്, പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സോസേജ് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളിത് ഇത് വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വറക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ആവുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട സബോളയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. വേണ്ടി ചെറുതായിട്ട് ഉരിഞ്ഞ സബോള, 2 സബോള, വലിയ സബോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മൾ തേങ്ങ, അത് ചെറുതായിട്ട് നമ്മൾ വറുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഒരു ചെറിയ തക്കാളി, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സബോള വഴറ്റാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്ക് സബോള വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതേ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഒരു കടുക് ഇട്ട് പൊട്ടിക്കും. അപ്പോൾ അതേ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട പുറകെ തന്നെ നമുക്ക് തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ കൊട്ടും. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം, എന്നാലേ നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതായത് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സബോളയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് എണ്ണയായിട്ടൊന്ന് ഇതായാൽ മാത്രമേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സബോളയും കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. കാരണം നമ്മൾ പെട്ടെന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ രീതി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ സബോള ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടു കൊടുക്കും. അപ്പോൾ ഏകദേശം നമുക്ക് സബോള എല്ലാം വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വറുത്ത് വെച്ചേക്കുന്ന ആ സോസേജ് നമുക്ക് ഇതിനകത്തോട്ട് ആ മസാലയോട് കൂടി തന്നെ ഇടണം. കാരണം നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് മസാലയൊന്നും ഇടുന്നില്ല. അപ്പോൾ ആ മസാല ഫുള്ള് ഇതിനകത്ത് വീഴുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ വറുത്തപ്പം ഇട്ട മസാല ഫുള്ള് നമുക്ക് ഈ കറിയിലേക്ക് വീഴുന്ന രീതിയിൽ ഫുള്ള് മസാല നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ട് മസാല ഒന്നും ചേർക്കാതെ, കാരണം ഈ
മസാല എണ്ണയ്ക്കകത്തിട്ട് ഇരുന്ന് വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമ്മുടെ കറിക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. പിന്നെ നമുക്ക് നല്ലോണക്കം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ലോണക്കും ആ മസാലയും നമ്മൾ ആദ്യം ചേർത്ത മസാലയും സബോളയായിട്ട് നല്ലോണക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലോണക്കൊന്ന് തീ കുറച്ച് വെച്ചോട്ട് നല്ലോണക്ക് ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണക്ക് വെക്കാം. അതായത് നല്ല രീതി ഇളക്കണം, മസാല എല്ലായിടത്തും എത്തിക്കാൻ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് ഒഴിക്കാം. നമുക്ക് ഇപ്പം ചോറിന് ചപ്പാത്തിക്കൊക്കെ വേണ്ടിയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ, സോസേജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പം, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് താല്പര്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.